ഹായ് മോനെ, ഇന്ന് നമുക്ക് സോഷ്യൽ സയൻസ് പഠിച്ചാലോ? ആ ഇന്ന് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പീലീസ് വില്ലേജ്. ആരാ പീലി? പീലി എന്ന് വെച്ചാൽ ഒരു ചേച്ചിയുടെ പേര്, ഒരു വാവയുടെ പേര്. ഒരു പീലീസ് വില്ലേജ്. എന്താണ്? പീലീസ് വില്ലേജ്, പീലിയുടെ ഗ്രാമം. പീലിയുടെ ഗ്രാമം നോക്കിയാലോ നമുക്ക്? ഹേയ് ഫ്രണ്ട്സ്, അവർ സമ്മർ ഹോളിഡേയ്സ് ആർ എബൌട്ട് ടു എൻഡ്. നമ്മൾ ഹോളിഡേ ഒക്കെ തീരാൻ പോവുക, അവധി ദിവസമൊക്കെ തീരാൻ പോവുക. ബിഫോർ ദാറ്റ് പീലി ഹാസ് ഇൻവൈറ്റഡ് ഹർ ക്ലാസ്മേറ്റ് ടു ഹർ വില്ലേജ്. അവളെ ക്ലാസ്മേറ്റ്സിനെ എവിടേക്ക് വിളിച്ചു? അവളുടെ ഗ്രാമത്തിലേക്ക് വിളിച്ചു. പീലീസ് 4 ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് പ്രിപ്പയർ ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ്. പീലിയുടെ 4 കൂട്ടുകാർ പ്രിപ്പയർഡ് ഫോർ ദ ട്രിപ്പ് ടു ദ വില്ലേജ്. വില്ലേജിലേക്ക് ട്രിപ്പ് വരാനായിട്ട് തീരുമാനിച്ചു. എവിടെയാണ് ട്രിപ്പ്? പീലിയുടെ വില്ലേജിലേക്ക്. ഡോണ്ട് യു ആൾസോ ലൈക്ക് ടു ട്രാവൽ? യെസ്. ഷാൽ വി ആൾസോ ഗോ ടു പീലീസ് വില്ലേജ് വിത്ത് ദം? പീലിയുടെ ഒപ്പം നമുക്കും പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയാലോ? ഓക്കെ, ലെറ്റ്സ് get to know each other before our trip. നമുക്ക് പരസ്പരം മനസ്സിലാക്കിയാലോ? പീലിയുടെ കൂട്ടുകാരെ ഒന്ന് മനസ്സിലാക്കിയാലോ? ട്രിപ്പിന് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കണ്ടേ അവരെ പറ്റിയിട്ട്? ഈ വീൽ ചെയറിലിരിക്കുന്നത് ആരാ? അതാണ് ഇല്ല നീനു. ഈ വീൽ ചെയറിലിരിക്കുന്ന ആരാ? നീനു. നീനു. I move around on a wheelchair. ഞാൻ എങ്ങനെയാ പോകുന്നേ? വീൽ ചെയറിനാ. പാവം അല്ലേ? നീനുവിന് നടക്കാൻ കഴിയോ? ഇല്ല. മൈ ഹോം ഈസ് അറ്റ് ദ ഗവൺമെൻറ് ഓഫീസേഴ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് നിയർ ദ സിറ്റി. എൻ്റെ വീട് എവിടെയാ? സിറ്റിക്ക് അടുത്ത് ഗവൺമെൻറ് ക്വാർട്ടേഴ്സിലാണ്. ഗവൺമെൻറ് ജോലിക്കാരുടെ ഓഫീസേഴ്സിൻ്റെ ഒരു ക്വാർട്ടേഴ്സിലാണ് നീനുവിൻ്റെ വീട്. ഐ ഹാവ് എ യങ്ങർ ബ്രദർ ആൾസോ. നീനുവിന് ആരുണ്ട്? ഒരു ബ്രദർ, ഒരു കുഞ്ഞനിയനുണ്ടല്ലേ നീനുവിന്. അടുത്ത ആളാരാ? അപ്പു. ഇതാണ് അപ്പു. മൈ നെയിം ഈസ് അപ്പു. മൈ ഹൗസ് ഈസ് ഇൻ എ സ്ലം ഇൻ ദ സിറ്റി. സ്ലം എന്ന് വെച്ചാൽ എന്തുവാ? തെരുവ്. ഒത്തിരി ആൾക്കാർ തിങ്ങി ഞെരുങ്ങി കുഞ്ഞു കുഞ്ഞു കുടിലായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് സ്ലം എന്ന് പറയുന്നത്. സിറ്റിയിൽ, മിക്ക സിറ്റിയിലും ഒരു സ്ലം കാണും കേട്ടോ. വലിയ സിറ്റിയിൽ ഈ അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുടിലൊക്കെ കെട്ടി താമസിക്കുന്ന കണ്ടിട്ടില്ലേ? ബാംഗ്ലൂരും അല്ലെങ്കിൽ മുംബൈയിലൊക്കെ പോകുമ്പോഴും ഒത്തിരി കാണും. അങ്ങനെ സിറ്റിയിലെ സ്ലമ്മിലാണ് ആരുടെ വീട്? അപ്പുവിൻ്റെ വീട്. ഐ ഹാവ് ഒൺലി അമ്മ അറ്റ് ഹോം. എൻ്റെ വീട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ ഈസ് എ വർക്കർ ഇൻ എ ടെക്സ്റ്റൈൽ മിൽ. എൻ്റെ അമ്മ എവിടാ ജോലി ചെയ്യുന്നത്? തയ്യക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു മില്ല്, തയ്യലിൻ്റെ ഒരു മില്ലിലാണ് ജോലി ചെയ്യുന്നത്. ഇതാരാ? വിക്കി. മൈ നെയിം ഈസ് വിക്കി. ഐ ലീവ് ഇൻ എ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. ഒരു സിറ്റിയിലെ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത് കേട്ടോ. മൈ പപ്പ ഈസ് എ ബിസിനസ് മാൻ. വിക്കി ഇച്ചിരി പണക്കാരാ അല്ലേ? ബിസിനസ് മാനാ പപ്പ. മൈ മം റൺസ് ഹർ ഓൺ ടെക്സ്റ്റൈൽ ഷോപ്പ്. മമ്മിക്ക് എന്തോ ഉണ്ട്? ഒരു ടെക്സ്റ്റൈൽ ഷോപ്പൊക്കെ ഉണ്ട്. ഇപ്പോഴും വിക്കി പണക്കാരനല്ലോ. ഇതാരാ? ചമേലി. വി ആർ നേറ്റീവ്സ് ഓഫ് ആസാം. ഇതാരാ? അവർ എവിടെ ഉള്ളവരാ? ആസാമികളാ. മൈ മാ, പപ്പ ആൻഡ് ഐ ഹാവ് ബീൻ ലിവിങ് ഇൻ കേരള ഫോർ മെനി ഇയേഴ്സ്. നമ്മുടെ ചമേലിയുടെ അമ്മയും പപ്പയും ചമേലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിലാണ് ജീവിക്കുന്നത്. വി കെയിം ടു കേരള വെൻ ഐ വാസ് 5 years old. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് കേരളത്തിൽ വന്നത്. വി ലീവ് ഇൻ എ പ്ലേസ് വെയർ പീപ്പിൾ വെയർ അതർ സ്റ്റേറ്റ്സ് ലീവ് ടുഗദർ.
നമ്മുടെ ചമേലി എവിടെ താമസിക്കണേന്ന് അറിയോ? കുറേ നമ്മുടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ ഒത്തിരി ആൾക്കാർ, പല രാജ്യത്തിലുള്ള ആൾക്കാർ കടകളിലൊക്കെ സാധനങ്ങൾ വിൽക്കാനും അല്ലെങ്കിൽ ജോലികളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കത്തില്ലയോ? പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ, ഹിന്ദിയൊക്കെ പറയുന്ന അങ്കിളുമാരൊക്കെ നിൽക്കത്തില്ലയോ? അതുപോലെ പല സ്ഥലത്തു നിന്ന് വന്ന, പല സ്റ്റേറ്റ്സിൽ നിന്ന് വന്ന, പല സംസ്ഥാനത്ത് നിന്ന് വന്ന കുറേ പേര് താമസിക്കുന്ന എൻ്റെ അടുത്താണ്. അവരുടെ ഒപ്പമാണ് ആര് താമസിക്കുന്നത്? നമ്മളെ ചമേലിയും താമസിക്കുന്നത്. ഗസ്റ്റ് വർക്കേഴ്സ് ആർ കമ്മിങ് ടു കേരള ഫ്രം അതർ സ്റ്റേറ്റ്സ്. നമ്മൾ അതിഥി തൊഴിലാളികളെന്നൊക്കെ മലയാളത്തിൽ പറയത്തില്ലേ? മറ്റു സംസ്ഥാനത്ത് നിന്ന് വരുന്ന എല്ലാവരെയും നമ്മൾ എന്താ വിളിക്കുന്നത്? അതിഥി തൊഴിലാളികൾ, ഗസ്റ്റ് വർക്കേഴ്സ്. കേരളത്തിന് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വന്നവരെയാണ് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദം കം ആസ് ഫാമിലീസ് ഫ്രം ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്. അപ്പോഴും എല്ലാവരും എങ്ങനെയായിട്ടാണ് കൂടുതൽ ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്? അവരെ ഫാമിലി ആയിട്ടാണ് വരുന്നത്. ഭാര്യയും ഭർത്താവോ അല്ലെങ്കിൽ അമ്മയും പപ്പയും അല്ലെങ്കിൽ മക്കളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അവരെവിടെ നിന്നൊക്കെയാണ് വരുന്നത്? കൂടുതൽ ആൾക്കാർ എവിടെ നിന്നാണ് വരുന്നത്? ആസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ ആൻഡ് ജാർഖണ്ഡ്, ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത്. Their children are being educated in public schools in Kerala. കേരളത്തിലുള്ള പബ്ലിക് സ്കൂളിലൊക്കെയാണ് അവരുടെ കുട്ടികൾ പഠിക്കുന്നത്. Thus, Chameli is also studying in Kerala. ചമേലി എവിടെയാണ് പഠിക്കുന്നത്? കേരളത്തിലാണ്. ചമേലി calls her mother and father ma and papa respectively. അത് ചമേലി അമ്മയും പപ്പയും എങ്ങനെയാണ് വിളിക്കണം? അമ്മയെ എങ്ങനെ വിളിക്കും? മാ. നമ്മൾ അമ്മ എന്ന് വിളിക്കും. ചമേലി അമ്മ എങ്ങനെ വിളിക്കും? മാ എന്ന് വിളിക്കും. പപ്പ എങ്ങനെ വിളിക്കും? ഫാദറിന് പപ്പ എന്ന് പറയും. ഇനി introduce yourself as the fifth person in the group by drawing your picture. ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നുണ്ടോ? അവിടെ മോൻ്റെ പടം വരയ്ക്കണം. ഇവിടെ ചമേലിയൊക്കെ ഫോട്ടോ കണ്ടില്ലേ എല്ലാവരുടെയും? അതുപോലെ മോൻ്റെ പടം വരച്ചിട്ട് മോനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം സൈഡിൽ. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും? My name is Manu. I am living in a small village named Ponnalu. My father is a businessman. My mother is working in our studio. I live with my father, mother, grandfather and grandmother. ഓക്കെ, ഇനി അമ്മ എഴുതിയത് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. I am Chimu, live in Alappuzha. I am 10 years old. There are 5 members in my family. My father is a teacher. My mother is a nurse. I am a student of Chinmaya School. I want to be a good teacher. My hobby is drawing. I love my family very much. ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? അപ്പോൾ പീലിയുടെ ഗ്രാമം, പീലീസ് വില്ലേജിൽ ഒന്നാമത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൈസെൽഫ്, നമ്മളെപ്പറ്റി, യുവർ സെൽഫ്, നിങ്ങളെപ്പറ്റി എഴുതാനാണ്. എല്ലാവരും അവരവരെ പറ്റി എഴുതുക, അത് നോട്ടായിട്ട് കുറിക്കുക, ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പാർട്ടുമായിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.